റമദാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഈ ഓരത്ത് ഇവിടെ വരുന്ന ഒരു അമ്പലം കാണുവാൻ, ആ അമ്പലത്തിൽ ഒരു ഉത്സവം വന്നാൽ, അതല്ലെങ്കിൽ വടക്കരയുടെ ഓരത്ത് എവിടെയെങ്കിലും വലിയൊരു സമ്മേളനം വന്നാൽ, ആ സമയത്ത് നമുക്കറിയാം കച്ചവടക്കാരെല്ലാം ലോറി കണക്കിന്, ഇപ്പൊ റമദാൻ വരുവാൻ, ആ റമദാനിൽ ലോറി കണക്കിന് തണ്ണിമത്തനിടും അല്ലെ. സാധാരണ തണ്ണിമത്ത ജ്യൂസിന് 10 രൂപയാണെങ്കിൽ ഉത്സവ സീസണുകളിൽ അത് 15-20 എന്തിനാ? അത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കമ്പോളം. ആ കമ്പോളത്തിൽ നമ്മുടെ ചരക്കുകളെല്ലാം വിറ്റഴിച്ചിട്ട് ഒരു ലോഡ് തണ്ണിമത്ത ഞാൻ ഇറക്കിയിടുവാൻ, അത് ഇറക്കിയിട്ടിട്ട് അത് വിറ്റഴിച്ചിട്ട് ലാഭം കൊയ്താൽ എനിക്ക് വമ്പിച്ച ലാഭം. ഒരു ലോഡിന് 5 ലോഡിന് ലാഭം കിട്ടും. കാരണം എന്താ? സാധാരണ കൊടുക്കുന്ന 10 രൂപയ്ക്ക് കൊടുക്കുന്ന നല്ല ലാഭം. പക്ഷെ ഉത്സവത്തിന് ആൾക്കാർ തിങ്ങിക്കൂടുന്ന അവസാന ദിവസം, പ്രത്യേകിച്ചും അന്ന് 15 രൂപയ്ക്ക് 20 രൂപ കൊടുത്ത ഇരട്ടി ലാഭമാണ്. എന്നാൽ ആ ലാഭം കിട്ടുന്ന സമയത്ത് നമ്മളെങ്ങാനും അവിടെ നോക്കാതെ, ആളെ നോക്കി കച്ചവടം നടത്താതെ, ആൾക്കാർ ജ്യൂസിൽ വരുമ്പോൾ അവിടെ അപ്പുറത്ത് വായി നോക്കി നടന്നെങ്കിൽ അവന് തീരാൻ നഷ്ടമാണ് അല്ലേ. കടം വാങ്ങി ഇറക്കിയത് മുഴുവൻ നഷ്ടമാകും എന്നതുപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഅ്മിനീങ്ങളാണ് നമ്മളോട് പറയാൻ റമളാൻ സൂഖുന്നു. റമളാൻ എന്ന് പറയുന്നത്, റമളാൻ എന്ന് പറയുന്ന അത്തരം ഒരു കമ്പോള നിലവാരമുള്ള ഇടമാണ്, ഒരു അങ്ങാടിയാണ്. റമളാൻ ഒരു കമ്പോളത്തിന്റെ സമയമാണ്. നമ്മുടെ നാട്ടിലുള്ള ഉത്സവം പോലെയുള്ള കച്ചവടം ചെയ്യാനും ലാഭം കൊയ്യാനും എല്ലാ നേട്ടങ്ങൾക്കും അല്ലാഹു തന്ന ഒരു സ്ഥലമാണ്, ഒരു ഇടമാണ്, ഒരു സമയമാണ് പരിശുദ്ധമായ റമളാൻ. സൂഖുന്ന ഖാമ സുമ്മൻ ഫല്ല റബിഹി മിൻ റബിഹാ. ആ റമളാനിൽ വരുന്ന ആളുകളെല്ലാം കൈകാട്ടി വിളിച്ച് വാ ജ്യൂസ് കുടിച്ചിട്ട് പോവാം, വാ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ജ്യൂസ് ഇങ്ങനെ കുടിപ്പിച്ച് ഇറക്കിയ തണ്ണിമത്തനെല്ലാം വിറ്റ് തീർക്കുന്നത് പോലെ ആ റമളാനിന്റെ നിമിഷങ്ങളെല്ലാം നോമ്പുകാരനായി കഴിയുമ്പോ, പരസ്പരം നോമ്പുകാരായി കഴിയുമ്പോ, ഇന്ന് നമുക്ക് മഗ്ഫിറത്തിന്റെ 10 അല്ലെ, മഗ്ഫിറത്തിന്റെ 10, റഹ്മത്തിന്റെ 10 നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് റഹ്മത്ത് അവസാനിച്ചിട്ടൊന്നും ആരും കരുതണ്ട കേട്ടോ. അള്ളാഹുവിന്റെ അടയ്ക്കപ്പെടാത്ത 2 കവാടങ്ങളേ ഉള്ളൂ. ഒന്ന് റഹ്മത്തിന്റെ കവാടം, മറ്റൊന്ന് തൗബയുടെ കവാടം. അള്ളാഹു എപ്പോഴും ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളാണ്. നമുക്ക് റഹ്മത്ത് തരിക എന്നുള്ളതും നമുക്ക് തൗബ തരിക എന്നുള്ളതും അള്ളാഹു വലിയ ഇഷ്ടമാണ്. ഇത് രണ്ടും അള്ളാഹു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കവാടം അള്ളാഹു അടയ്ക്കുകയാണ്. തങ്ങളോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഇബ്നു മസ്ഊദ് തങ്ങളെ, എമ്പാടും പാപം ചെയ്തു പോയവനാ ഞാന്, എന്നാതെ കഴിയുന്ന സമയങ്ങളെല്ലാം നന്മ ചെയ്യാതെ പാപം ചെയ്തു പോയിട്ടുണ്ട്. എനിക്ക് അല്ലാഹു മാപ്പ് തരുമോ? തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, ഇവിടെ ഇരിക്ക് ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് നേരം കഴിയുമ്പോൾ തിരിഞ്ഞു വന്നിട്ട് പറയുവാണ്, അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് ഒരുപാട് കവാടങ്ങളുണ്ട്. ഈ ദുനിയാവിലോട്ട് തുറന്നു വെച്ച കവാടങ്ങൾ. മഴയ്ക്ക് വേണ്ടിയുള്ളതാമ നമുക്ക് ദുനിയാവിലുള്ള ഒരുപാട് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അല്ലാഹു ആകാശ ലോകത്ത് തുറന്നു വെച്ചിട്ടുണ്ട്. അതെല്ലാം രാവിലെ തുറക്കാം, വൈകുന്നേരം അടയ്ക്കാം, സമയമാകുമ്പോ അടയ്ക്കാം. പക്ഷേ ആകാശ ലോകത്ത് അല്ലാഹു തുറന്നു വെച്ച മനുഷ്യനായി എന്റെ ഇടവയിലെ സഹോദരാ, നിനക്കായി തുറന്നു വെച്ച കവാടങ്ങളില് അല്ലാഹു തമ്പുരാൻ അടയ്ക്കാതെ തുറന്നു വെക്കുന്ന ഒരു കവാടം, അത് തൗബയുടെ കവാടമാണ്. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അടയ്ക്കാതെ എപ്പ ചോദിച്ചാലും, എപ്പ ദുആ ചെയ്താലും, എപ്പ ഇസ്തിഗ്ഫാർ തേടിയാലും ഉത്തരം തരാൻ അല്ലാഹു അടയ്ക്കാതെ തുറന്നു വെച്ച ഒരു കവാടമാണ് തൗബയുടെ കവാടമാണ്. അല്ലാഹു നമുക്ക് തരട്ടെ. മഗ്ഫിറത്തിന്റെ 10. 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, റഹ്മത്തിന്റെ 10 കഴിഞ്ഞുപോയി. റഹ്മത്തിന്റെ 10 കഴിഞ്ഞുപോയി. എന്തിനാണ് അല്ലാഹു റഹ്മത്ത് എന്നറിയോ? ഞാനിപ്പോ ഇങ്ങോട്ട് കടന്നു വരുവാണ്. കടന്നു വന്നിരിക്കുമ്പോ നമ്മുടെ നിസാമുദ്ദീൻ സാഹിബിനോട് പറയാണ്, സാഹിബേ കടമുണ്ട്, ഒരു 1000 രൂപ തരണം, ഡീസലിക്കാൻ പൈസ ഇല്ല, ഞാൻ പൈസ കൊടുത്തിട്ടില്ല, വരണം എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം സന്തോഷമായിട്ട് തരും 1000 രൂപ. കാരണം നമ്മൾ
പരിചയമാണ്, ബന്ധമാണ്, നല്ല സ്നേഹമാണ്, ഒക്കെ ആണ്. എന്നാൽ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇന്നലെ മുതൽ വിളിക്കുമ്പോഴൊക്കെയും ഈ നിസാമുദ്ദീൻ ഞാൻ ഫോൺ എടുത്തില്ല, അയാളെ കാണുമ്പോൾ ഞാൻ വഴക്ക് പറയും, അല്ലെങ്കിൽ മിണ്ടാതെ നടക്കും. അങ്ങനെയുള്ള ആളാണ് ഞാൻ. വന്നിട്ട് 1000 രൂപ തുറന്നു വെച്ചാൽ ആ മക അല്ലേ ഇപ്പൊ തരാം, ഇങ്ങനെയൊക്കെയല്ലേ പറയാം. തരാൻ അയാൾക്ക് മനസ്സിലാവൂല. കാരണം എന്താ, എന്നോടൊരു അതിർത്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തരാൻ പറ്റൂല. മാനസികാവസ്ഥ അതാണ് അല്ലേ, അങ്ങനല്ലേ? അപ്പൊ അള്ളാഹു തമ്പുരാനോട് 1000 രൂപ കടം ചോദിച്ചാൽ തരാനുള്ള ഒരു മനസ്സുണ്ടാക്കല ഈ റമദാൻ കൊണ്ട്, റഹ്മത്തിന്റെ 10 കൊണ്ട് നമ്മൾ തേടേണ്ടത് എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യവൻ തരക്കേടില്ലാതെ അള്ളാഹു തമ്പുരാനെ പോലെ സമർത്ഥിക്കാനാ നമ്മൾ ഈ റഹ്മത്തിന്റെ 10 നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. കാരണം പിന്നെ കിട്ടാനുള്ളതെല്ലാം നമുക്ക് മഗ്ഫിറത്ത് ഈ 10 കിട്ടണം. അള്ളാഹു തരട്ടെ. അടുത്ത കാലത്തിൽ നമുക്ക് അടുത്ത 10 എന്തൊക്കെ കിട്ടണം? നരകമോചനം കിട്ടണം. അള്ളാഹു തരട്ടെ. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്റെ സഹോദരങ്ങളോട് 2 ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞുപോയ റമദാനുകൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഒരു റമദാനെങ്കിലും അള്ളാഹുവേ എനിക്ക് നിന്റെ സമക്ഷത്തിൽ അനുകൂലമായി സാക്ഷി പറയും എന്ന് പറയാൻ പറ്റണം. ഒരു റമദാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റും. ലോക്ക്ഡൌണിന്റെ 2019 ഒരു തിരക്കുമില്ല. എല്ലാം അള്ളാഹു ഒഴിവാക്കുന്ന ജോലിക്ക് പോണ്ട ഇല്ലേ, അവിടെ പോയി വേർക്കേണ്ട പ്രശ്നമില്ല. ജമാഅത്തിന് പോലും പള്ളിയിൽ പോണ്ട, ജുമയ്ക്കും പള്ളിയിൽ പോണ്ട. വോട്ട് വാക്ക് മരിച്ചാൽ നീ അടക്കാൻ വേണ്ടി പള്ളി വരെ പോകണമെന്നില്ല. മറ്റേ അടക്കി പോകും അല്ലേ. ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് കല്യാണത്തിന് പോണ്ട, ഒന്നിനും പോണ്ട, ജോലിക്ക് പോണ്ട, അരി വാങ്ങാൻ പോണ്ട, റേഷൻ കടയിൽ പോണ്ട, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ബിപി ഇല്ല, അറ്റാക്കും ഇല്ല, ഹോസ്പിറ്റലിലും പോണ്ട. എല്ലാം അടച്ചിട്ട് അള്ളാഹു എല്ലാം ഒഴിവാക്കി തന്നൊരു റമദാൻ ഉണ്ടായിരുന്നു 2019 റമദാൻ. അപ്പൊ നമുക്ക് വേണ്ടുവോളം സമയം കിട്ടി. പരിശുദ്ധ റമദാൻ എനിക്ക് പഠിക്കുകൊണ്ട് പുസ്തകന്മാർ നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പാഴായി പോയ അള്ളാഹു എല്ലാം ഒഴിവാക്കി തന്നൊരു റമദാൻ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ അവരോട്, ആ ഒരു റമദാനെങ്കിലും എനിക്ക് അനുകൂലമായി റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുമെന്ന് എനിക്ക് ഉറപ്പാ. കാരണം എല്ലാം ഒഴിവായി കിട്ടുമ്പോഴാ റമദാനില് ഞാൻ കുട്ടിയിരുന്ന് നോമ്പെടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, സ്വതക്ക ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലല്ലോ. ഉണ്ടോ? ആ റമദാൻ അനുകൂലമാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാൻ അല്ലേ? ഇതിനു മുമ്പുള്ള ഒരു റമദാനം എനിക്ക് അനുകൂലമാണെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത കാലത്തോളം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാനാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇനി ചോദിക്കാൻ, ഞാൻ അടുത്ത വർഷം 2027 റമദാൻ വരുമ്പോ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരാളിവിടെയുണ്ട്? പറയും. അടുത്ത 2026 റമദാനിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന റമദാന, ഒടുക്കത്തെ റമദാനായിട്ട് ഇന്ന് തീരുമാനിക്കണം നിങ്ങൾ. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാനാണ്, അതുപോലെ അവസാനത്തെ റമദാനാണ്. എങ്ങനെയാണെങ്കിൽ അടുത്ത റമദാനിലെ കാലം അല്ല എനിക്ക് ആയുസ് തരാതെ പോയാൽ ഈ റമദാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ എനിക്ക് വന്നിട്ട് ഒരു ദിവസം പോലും, ഇത്രയും ദിവസമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തുനിന്നല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഒരു ദിവസം പോലും ഒരു 2 മണിക്കൂർ എന്റെ ഫോണിൽ കോൾ വരാത്തൊരു ദിവസം ഇതുവരെ ഈ റമദാനിന്റെ 17 നോമ്പ് കഴിയുമ്പോഴും വന്നിട്ടില്ല. ഒരു 2 മണിക്കെങ്കിലും അറിയാത്ത ഒരു ദിവസവും കടന്നുപോയില്ല. അതിൽ +2 പഠിക്കുന്ന ഒരു മോളുണ്ട്. രോഗമുണ്ടായിട്ടല്ല, വയസ്സ് ചെന്നിട്ടല്ല, കിടപ്പിലായിട്ടല്ല. ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നമസ്കരിച്ചിറങ്ങി പോണ പോക്കൽ 30-35 വയസ്സ്, കരികരുത്ത പ്രായം, വെട്ടിക്കിട്ട തടി പോലെ മറിഞ്ഞു വീഴുക. കാരണം പറയണത് കോവിഡിന്റെ ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് എടുത്തപ്പോൾ അത് പറ്റി എന്തൊക്കെ പ്രശ്നം എന്നൊക്കെ പറയണം. ഇരിക്കട്ടെ, എന്തായിരുന്നാലും അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മളൊക്കെ ചിന്തിച്ചോളി, അടുത്ത വർഷം പടച്ചോനെ പ്രായം മരണത്തിനൊരു പ്രശ്നമല്ല, പ്രായം മരിക്കണതിനൊരു പ്രശ്നമല്ല. ഏത് നിമിഷവും ഒരാളെ ജനിച്ചു വീണാൽ ഭൂമിയിൽ ജനിച്ചാൽ ഉറപ്പായും സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്ന സംഗതി എന്താ? 5 പാലെടുക്കല്
മരണം അല്ലേ? ഉറപ്പല്ലേ? ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. മരിച്ചാൽ ഉറപ്പായും ഞാൻ കടന്നു ചെല്ലുമെന്ന് പറയുന്ന ഒരു സങ്കേതം ഏതാ? ഉറപ്പ്. മരിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു വീണാൽ ഉറപ്പായും ഞാൻ കടന്നു വരും, കടന്നു ചെല്ലും എന്ന് പറയാൻ പറ്റുന്ന ഒരു സങ്കേതം ഏതാ? പറയും. നരകം. അല്ലാഹു കാക്കട്ടെ. ഞാൻ ഈ നിമിഷം മരിച്ചാൽ, നമ്മൾ ആരെങ്കിലും മരിച്ച് സ്വർഗത്തിൽ പോകുന്ന ഒരു സംശയമല്ലാതെ, എന്തെങ്കിലും പ്രതീക്ഷയില്ലാതെ ഉറപ്പ് പറയാൻ നമുക്ക് ആർക്കും പറ്റുമോ? പക്ഷെ ഉറപ്പാ നരകത്തിൽ പോകും. സ്വർഗത്തിൽ കടന്നില്ലെങ്കിൽ പിന്നെ പോണ താമസം എവിടെയാ? നരകത്തിലാണ്. അവിടെയാണ് നരകത്തിന്റെ വക്കിൽ നിന്നപ്പോ നരകത്തിന്റെ ആ വക്കിൽ നിന്ന് വീഴ്ന്നു പോകാതെ കൈപിടിച്ച് രക്ഷപ്പെടുത്തി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകേണ്ടത് നരകമാണ്. ഇത് നമ്മൾ ഇന്ന് ഉറപ്പിക്കണവിടെ. എന്നിട്ടോ ഈ നമസ്കാരവും നോക്കുമല്ല, അതിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള ഈ സാധുക്കളുടെ പരക്കം പാസില അല്ലാഹു അത് സ്വീകരിച്ചു തരട്ടെ. നരകത്തിന്റെ പടച്ചു രക്ഷപ്പെടുത്തട്ടെ. ഒന്ന്, ഇനി ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തന്ന മഹാഭാഗ്യമാണ് റമദാൻ. ആ റമദാൻ എത്രയോ വർഷം നമ്മൾ നോമ്പെടുത്തിട്ട് ഒരൊറ്റ റമദാൻ പോലും നാളെ എനിക്ക് അനുകൂലമായ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുമെന്ന് ഉറപ്പുള്ള ഒരാളും ഇവിടെ ഇല്ലാത്ത കാലത്തോളം അടുത്തൊരു റമദാനിലേക്ക് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാ കഴിയാത്ത കാലത്തോളം നമ്മുടെ അവസാന റമദാനാണ്. അവിടെ തീരുമാനമായ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന റമദാനായി എന്ന് ഇപ്പൊ തീരുമാനമെടുത്തോ നമ്മൾ വിജയിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആണല്ലോ, ആ വിഷയം ഉറപ്പാണല്ലോ. ഇത് നമ്മുടെ അവസാനം. അല്ലാഹു ഒരുപാട് റമദാൻ ഭാഗ്യം തരട്ടെ. ചില ആൾക്കാർ ആമീൻ പറയില്ല, കാരണം മരിക്കാനുള്ള പേടി ഇല്ലേ? കാരണം ഈ കിറ്റൊക്കെ കൊണ്ടുപോയാലും വെച്ച് തിന്നാനുള്ള സമയമെങ്കിലും വേണ്ട. അപ്പോ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. പടച്ച തമ്പുരാൻ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് തരുമ്പോ ശരിക്കും ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. റമദാൻ വരുമ്പോ റമദാനിൽ പട്ടിണി കിടന്നിട്ടല്ല അള്ളാഹുവിന്റെ ആരിഫീങ്ങളും മുത്തുനബിയും സ്വഹാബത്തും നമ്മുടെ മുന്നോറുകളും ഒന്നും റമദാനെ സ്വീകരിച്ചത്. റമദാനിൽ പട്ടിണി കിടന്നിട്ടല്ല, റമദാനിൽ നോമ്പ് പിടിച്ചിട്ട് കൊണ്ട് മാത്രമല്ല, മറിച്ച് റമദാനെ കാത്തിരിക്കുന്ന ഒരു കൊതിയുണ്ടായിരുന്നു അവർക്ക്. നമ്മുടെ കേവലം ഏറ്റവും കുറഞ്ഞത് ഒരു വീടിന്റെ ഒരു കല്യാണം വരുമ്പോഴെങ്കിലും നമ്മൾ 2 മാസം മുമ്പ് സ്വർണം വാങ്ങാനും കല്യാണം വിളിക്കാതെ ഇറങ്ങണ പോലെ എങ്കിലും ഈ റമദാന് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മിക്കവാറും ഇടവയിലെ കാക്കാമാര് മിക്കവാറും ആദ്യത്തെ തറാവീഹിന് അതും പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോണ പോക്കിലായിരിക്കും ചില അങ്ങനെ കണ്ട് ഏർത്തപ്പെട്ട് മറ്റത് പോയത് ആദ്യത്തെ എത്താഴം കഴിഞ്ഞത് അല്ലേ? അങ്ങനല്ലേ ആണ്. അപ്പോ പരിശുദ്ധ റമദാൻ അതിനുള്ളതല്ല. അത് നമുക്ക് വിജയിക്കാൻ അല്ലാഹു തന്നതാണ്. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് നമുക്ക് നേടാനുള്ള മാസം ഈ റമദാനാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ആരോഗ്യം അല്ലാഹു തന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. നമുക്ക് കാഴ്ചയുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. നമ്മുടെ ആരോഗ്യം അല്ലാഹുവിന്റെ റഹ്മത്താണ്. സമ്പത്ത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇവിടുത്തെ സാധുക്കളാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കെട്ടുകൊടുക്കുമ്പോ അത് കൊണ്ടുപോയി ഒന്ന് രുചിയോടെ ചവച്ചടക്കുമ്പോ മധുരം കിട്ടണില്ലേ, രുചി കിട്ടണില്ലേ? അതുപോലും അല്ലാഹു തമ്പുരാന്റെ റഹ്മത്താണ്. ഇങ്ങനെ നോക്കിയാൽ അല്ലാഹു ദുനിയാവിൽ നമുക്കെല്ലാം തന്ന പരിശുദ്ധമായ അനുഗ്രഹങ്ങളെല്ലാം നിഅമത്തുകളെല്ലാം അല്ലാഹു തമ്പുരാന്റെ റഹ്മത്ത് എന്ന് പറയുന്ന അതിവിശാലതയുടെ വിശാലമായ റഹ്മത്തിന്റെ റഹ്മാൻ എന്ന പസ്മിന്റെ ഉള്ളിലുള്ള റഹ്മാൻ എന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹ്മാന്റെ പരിധിക്കകത്തുള്ള വിശാലമായ റഹ്മത്തിന്റെ അംശമായിരിക്കെ ആ റമദാനിന്റെ ആദ്യവത്തൊന്ന് കടന്നു പോകുമ്പോ അല്ലാഹുവേ നിന്റെ കരുണ എനിക്ക് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നമ്മൾ ഒരുപാട് പറഞ്ഞവരാ, അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മൾ ഒരുപാട് പറഞ്ഞവരാ, പക്ഷേ ആ കരുണ എന്റെ അയൽപക്കത്തുള്ള താത്താനോട്, കുടുംബശ്രീയിലുള്ള താത്താനോട് പിണങ്ങിയിട്ട് എത്ര കാലമായി. മക്കൾ ഉപ്പാനോടും ഉമ്മാനോടും പിണങ്ങി നടക്കുന്ന മക്കൾ ഇന്ന് അതൊരു ഫാഷനായി മാറിയിരിക്കാം.
10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിക്കുന്ന മക്കള് പോലും ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന ഒരു ഫാഷനാവാ. അത് വിളിച്ചു വരുത്തിയതും അവർ തന്നെയാണ്. മൊബൈലൊക്കെ കൊടുത്ത് എല്ലാം കൊടുത്ത് പഠിത്തത്തിന്റെ പേര് പറഞ്ഞ് സ്വൈര്യ ചെയ്ത് കൊടുക്കുമ്പോ പിന്നെ അവസാനം വശമാകുമ്പോ മൊബൈൽ വാങ്ങിച്ചു വെക്കുമ്പോ ഇന്നൊരു ഉമ്മ പൊട്ടിക്കിറങ്ങുക. അവസാനം ഉമ്മാനെ കത്തിയെടുത്തിട്ട് പരിശുദ്ധ റമദാനെ മുഖത്ത് ചൂണ്ടിട്ട് ഭീഷണിപ്പെടുത്തിയ മക്കൾ നമ്മുടെ സമുദായത്തിലുണ്ട്. അല്ലാഹു കാക്കട്ടെ. പറയുമ്പോ ചില ആൾക്കാർ പറയും സമുദായത്തെ മോശാക്കാറ്, ബാക്കിയുള്ള കാണിക്കുന്നതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. യൂട്യൂബിന്റെ മൊബൈൽ കൊടുത്ത അതിപ്രസരത്തിലൂടെ ദുനിയാവ് നിറഞ്ഞു ആർക്കാ ഉള്ള ഒരു ഫാഷൻ പോലെ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, പോകുന്നു എന്നല്ലാതെ ഈമാൻ എത്ര ഉള്ളിൽ അവന്റെ ഉള്ളിലുണ്ടെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട മാസമാണ്. നമ്മളല്ലാഹുവിന്റെ റഹ്മത്ത് ഒരുപാട് ചോദിച്ചു കിട്ടണോ? അയൽവക്കത്ത് പിണങ്ങി മടക്കണോ? ഒന്നുമില്ലെങ്കിലും ഈ ഇരിക്കണോരെ മനസ്സിലൊന്ന് കുറിച്ചു വെക്ക്. അവരെന്നോട് എന്താ ചെയ്താലും അവരെന്നോട് എന്തെല്ലാം പാതകം ചെയ്താലും ഈ നിമിഷം പടച്ചവനെ ഈ പരിശുദ്ധ റമദാനിൽ തങ്ങളൊന്ന് ദുആ ചെയ്യുമ്പോ എന്റെ മനസ്സിൽ ആരോടും ഒരു പകയില്ലല്ലോ അല്ലാഹ്, എല്ലാവരോടും ഞാൻ കരുണ ചെയ്യുന്നു അല്ലാഹ്. എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് എനിക്കൊന്ന് കിട്ടാനാണ്. ഇത് മഗ്ഫിറത്തിന്റെ വട്ടാ. ഇന്ന് ദുആ വരെ നമ്മൾ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ അപരാധങ്ങളെ പുറത്തു വരണേ അല്ലാഹ് ദുആ ചെയ്യാണ് നമ്മൾ. റമദാനിൽ ഇനി അങ്ങോട്ട് പൊട്ടിപ്പായി ഉറങ്ങാതെ പാതിരാവുകൾ എപ്പോ ഉണർന്നാലും നാമമന്ത്രിക്കേണ്ട ദുആയാണ്. പടച്ചോനെ, എനിക്കൊന്ന് പുറത്തുതാ അല്ലാഹ്. അല്ലാഹു നമ്മളോട് പൊറുക്കണം. പക്ഷേ അയൽപക്കത്തുള്ളവനോട്, എന്നോട് പിണങ്ങിയവരോട് ഒന്ന് പുറത്തു കൊടുക്കാൻ നമ്മൾ ഇപ്പോഴും തയ്യാറല്ല. നോക്കിക്കേ, 5 റമദാനായിട്ട് പിണങ്ങി മടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്വന്തം അനുജന്മാര് ചേട്ടന്മാര് സ്വത്തിന് വേണ്ടി പിണങ്ങി മടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭാര്യയും ഭർത്താവും പിണങ്ങി മടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉമ്മമാരോട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുക, ഇന്നലെ ഒരു പിതാവിന് ഒരു സങ്കടമായി. ഇന്ന് മുമ്പൊക്കെയാണെങ്കിൽ ഈ വാപ്പാമാര് നല്ല വയസ്സാകുന്നത് വരെ, വയസ്സായി കഴിഞ്ഞാലും ആള് നല്ല ഉഷാറ എന്ന് പറഞ്ഞാൽ താത്തമാർ അവിടെ ഇരിക്കും. പക്ഷെ ഇന്ന് താത്തമാര് പറയുമ്പോ ഈ നാട് വിറപ്പിച്ച, പള്ളിയെ വിറപ്പിച്ച കാക്കമാരൊക്കെ ഇന്ന് പോണ അവസ്ഥയാണ്. കാരണം വളർന്നു വരുമ്പോ മക്കളൊക്കെ ഈ നല്ല ശമ്പളമുള്ളവരും സമ്പത്തുള്ളവരും ആകുമ്പോ ഉമ്മമാര് പറയുന്ന മക്കളെ കൂടെ അങ്ങ് ഓടും. എന്നിട്ട് മക്കളോട് പറയും, മോനടാ നിന്റെ വാപ്പ അല്ലെങ്കിൽ പൈസ ഉള്ളപ്പോ അങ്ങയുടെ സഹോദരിയെ കൊണ്ട് കൊടുക്കോളൂ, കാക്കമാർക്കെ കൊടുക്കോളൂ, ഉമ്മച്ചെ നോക്കിയിട്ടില്ല, അവരൊരു കെട്ടുമാവും, വാപ്പ പുറത്തുമാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ ആർക്കെങ്കിലും കൈവക്കണ്ട, പെണ്ണുങ്ങൾ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഇരിക്കട്ടെ എന്തായാലും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യരുത്. നമ്മുടെ മക്കളെ മനസ്സിൽ വാപ്പാന്റെ സ്നേഹം നിറയ്ക്കാൻ നമുക്ക് കഴിയണം. അവിടെയാ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കും. മഹാന്മാര് പറയണത് വാക്യം കാണാം, നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചോനെ, ഞാൻ അവസാനം കിടന്ന കിടപ്പിൽ നീക്കവും മൂത്രവും ഒക്കെ പോയി അട്ടത്ത് കിടക്കുമ്പോ എന്നെ നോക്കണം ഒരു പൊന്നുമോനെ തരണേ അല്ലാഹ് എന്നെല്ലാവരും ദുആ ചെയ്യും. ഉമ്മമാരൊക്കെ ആമീൻ പറയുവാണ് എന്ന് ദുആ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ആ ദുആ അപകടമാണ്. മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ സ്വാലിഹായ സന്താനത്തിന് ദുആ ചെയ്യാമോ? ഈ ദുആ ചെയ്യരുത്. കാരണം എന്താ? അതിലൊരു ദുആയുണ്ട്. ആ ദുആ അല്ലാഹ് സ്വീകരിച്ചാൽ അവിടെ ഒരു അപകടമുണ്ട്. എന്താ അപകടം? ഈ മകന് തീർത്ഥവും മൂത്രമൊക്കെ വാരി നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? ഇത് രണ്ടും പോയിട്ട് നമ്മൾ കിടക്കണം, കിടപ്പിലാവണം. അപ്പൊ അല്ലാഹ് കിടപ്പിലാക്കി കൊടുക്കും മക്കൾക്ക് ആ ദുആ സ്വീകരിച്ചാൽ. അതങ്ങനെയല്ല. സ്വാലിഹായ സന്താനത്തിന് തരണേ അല്ലാഹ്. പെട്ടു. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ നോക്കി വളർത്തി പറഞ്ഞു വന്നത്, അങ്ങനെ ഏതെങ്കിലും ഉപ്പമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര് മാറി നിൽക്കണമെങ്കിൽ അവരെ പിണക്കം തീർക്കേണ്ട മാസം ഈ മാസമോ. ഇന്ന് തീർത്തില്ലെങ്കിൽ നിനക്കൊരു അവസരമില്ല. എന്റെ കാക്കന്മാർ എത്രയായിരിക്കാം. ഒരു ഭാര്യയുടെ വായിലോട്ട് ഒരു ഉരുള വെച്ച് കൊടുത്താൽ അത് സ്വർഗത്തിന്റെ ഉരുളയാണ്. അവന്റെ സ്വർഗത്തിൽ മാളിക കിട്ടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഭാര്യമാര് വാരി കൊടുക്കുന്ന ഒരു ഉരുള. നമ്മുടെ ഉപ്പാപ്പമാര് വെളിയിൽ പോയിട്ട് വീട്ടിലോട്ട് ഇങ്ങനെ കടന്നു വരുമ്പോ 2, 3, 4 വയസ്സുള്ള കൊച്ചു മക്കളില്ലേ, ആ കൊച്ചു മക്കളെ നമ്മളെ വീടിന്റെ ഉമ്മറത്തേക്കും പാപ്പമാരെ നോക്കി നിൽക്കൂല. നിൽക്കണ ആരോഗ്യ ഉപ്പാപ്പായെ നോക്കിയിട്ട. കാരണം
കഴിഞ്ഞിട്ട് വെളിയിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ പാവപ്പെട്ടവന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പടക്കേക്കോ മുഖമോ കാണും. പണ്ട് ഇപ്പൊ അതിന്റെ കിട്ടണ ചോക്കിയ ഐസ്ക്രീമാ ഇല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കാണും. ഇത് വാങ്ങാൻ കാത്തിരിക്കുന്ന കുഞ്ഞുമോനെ കാണുമ്പോ ആ മകന്റെ കയ്യിലോട്ട് പിതാവ് ഇത് കൊണ്ടുകൊടുക്കുമ്പോ സന്തോഷത്തോടെ വാങ്ങിച്ച ആ മകൻ ഇങ്ങനെ വായിലോട്ട് വെച്ച് ചിരിക്കുന്ന ആ സന്തോഷത്തിന്റെ പ്രതിഫലം ഒരു ഹജ്ജിന്റെ 20 ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട സർവ്വതിനും ഒരുപാട് വലിയ അനുഗ്രഹങ്ങളാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി ഇന്ന് വരെ പരിശുദ്ധ റമദാനിന്റെ ഇത്രയും ദിവസം ഉണ്ടാക്കി വെച്ച കഞ്ഞിക്കും ചോറിനും അതുപോലെ പലഹാരത്തിനും ഉപ്പുറവില്ലാതെ കുറ്റം പറഞ്ഞിട്ടാണ് ശീലമെങ്കിൽ ഇന്നത് മാറ്റിയിട്ട് അവരെ ഒന്ന് പൊക്കി പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയോ, ആ തള്ളി മറിച്ചു കൊടുത്താൽ മതി. അവർ നമ്മൾ പൊന്നായിട്ട് നോക്കിക്കോളും ഇല്ലേ. ഒട്ടും കൊള്ളൂലെങ്കിലും പറയണം ഈ സൂപ്പറായിട്ട് റെഡി എന്ന് പറഞ്ഞാൽ അള്ളാ രാവിലെ നിങ്ങൾ എണീക്കുമ്പോ വെളിയിൽ കിടന്ന ചെരുപ്പ് ബെഡ്റൂമിൽ കൊണ്ട് വെക്കും തുടച്ച് വൃത്തിയാക്കി. നിങ്ങളെ നഷ്ടപ്പെട്ടു എവിടെ ഇന്നലെ പോയി വാങ്ങിച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ ശീലിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാനായ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് അടുത്ത റമദാനം അള്ളാഹു നമ്മുടെ ഓരെടുത്തു പോയാൽ ഇനിയൊരു റമദാൻ നേടാൻ നമ്മുടെ മുന്നിലില്ല. എല്ലാവരോടും പൊറുക്കാനും എല്ലാവരോടും മാപ്പ് ചെയ്യാനും അതിനുമപ്പുറം ഒരുമയോടെ ഒരുമിച്ച് കൂടാനും നമുക്ക് കഴിയണം. നമ്മുടെ മഹല്ലുകൾ മുസ്ലിം സമുദായത്തിൻ്റെതായ ആർജവങ്ങളാണ്, ശക്തികേന്ദ്രങ്ങളാണ്. മുസ്ലിം സമുദായത്തിന്റെ ഒരുമയുടെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മഹല്ലുകൾ. പല മഹല്ലുകളും അതേ കേസായി തമ്മിൽ തർക്കമായി അധികാരത്തിനായി സമ്പത്തിന്റെ പേരിൽ ചണ്ട ഭിന്നമായി പോകുമ്പോ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമയോടെ നിൽക്കേണ്ട സമയം അത് പൊന്നുമോനെ ഇലക്ഷൻ വരുമ്പോഴല്ല. ഈ റമദാനില 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 അല്ലാഹു തരട്ടെ അങ്ങനെ ഈ റമദാൻ കഴിഞ്ഞുപോയി 17 ദിനങ്ങളെങ്കിലോ ഇനി വരുന്നത് ഒരു 12 ദിവസമെങ്കിലോ ഞാനിതാ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരോടും മാപ്പ് ചെയ്ത് ഒരാളോടും ഒരു മത്സരമില്ലാതെ ഒരാളോടും പറയാതെ ഒരാളോടും അസൂയയില്ലാതെ ഒരാളോടും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരെയും എന്റെ മനസ്സിലൊന്നായി കരുതിയിട്ട് ഒരു വിഭാഗിയിലേക്കും ഞാനില്ല. അടിവരയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഭാഗങ്ങളിൽ പഞ്ചായത്തുകളിൽ വീടുകളിൽ കുടുംബങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കുക. ഇത് സമുദായത്തിന്റെ നാശമാണ്. അല്ലാഹുവിന്റെ റസൂല് എല്ലാ ചോദ്യത്തിനും ചോദിക്കുമ്പോ അല്ലാഹു തമ്പുരാൻ ഉത്തരം കൊടുത്തു. അവസാനം ആരംഭ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തമ്പുരാന്റെ മുന്നിലോട് കയ്യൊന്നെടുത്തിട്ട് ഉത്തരം കിട്ടാത്ത ഒരേ ഒരു പ്രാർത്ഥനയാ അല്ലാഹുവിന്റെ റസൂല് ഫമനഅനി ഹാദിഹി. അല്ലാഹുവിന്റെ റസൂല് നെഞ്ചത്ത് വെച്ചിട്ട് കൈ വെച്ചുകൊണ്ട് വേദനയോട് ജിബ്രീലിനോട് സുഹൈബത്തിനോട് ഫമനഅനി ഹാദിഹി. ഈ ദുആ കടന്നുപോയി, ഉത്തരം തന്നില്ല. പറഞ്ഞത് ഒരേ ഒരു ദുആ മാത്രമാണ്. അത് ഏത് ദുആയെന്നറിയോ? ഒരു ഒട്ടകം വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞ് സംഭവം വിശ്വാലോ ആ പരാതി കേട്ടിട്ട് അവസാനം ഒട്ടകത്തിന് പരിഹാരം കൊടുക്കുമ്പോഴാ ആ ഒട്ടകം 3 ദുആയാ മുത്തുനബിക്ക് ചെയ്തത്. 3നും അല്ലാഹുവിന്റെ റസൂൽ 2 ആമീൻ പറയാ. 3ാമത്തെ ദുആ വരുമ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു പോകയാ, തേങ്ങി പോകയാ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ 2 വട്ടം ആമീൻ പറഞ്ഞ 3ാമത് തേങ്ങിയിരുന്നില്ല. അവിടന്ന് പറഞ്ഞു ഫമനഅനി ഹാദിഹി. ഈ ഒട്ടകം ദുആ ചെയ്തത് അല്ലാഹ് ഉമ്മത്ത് മുഹമ്മദിലേക്ക് സൗകര്യം ചെയ്യുമ്പോ ആ ഉമ്മത്തുകളിൽ നീ ഒരുമ കൊടുക്കണേ അല്ലാഹ്, ഒരുമ കൊടുക്കണേ അല്ലാഹ്, ഒരുമ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയി. കാരണം നമ്മൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിക്കാട് നിസ്സാര കാര്യത്തിന്റെ കുതിര കയറുവാട്. എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതാ നമ്മുടെ ഭിന്നിക്കല്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക്
ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് ആ മുത്തിന്റെ ഹുക്ക് നമുക്ക് കിട്ടുക, അവിടുത്തെ ശഫാഅത്ത് കിട്ടുക. അപ്പൊ നമ്മൾ ഒരുമയോടെ മുന്നോട്ട് പോകാം. അല്ലാഹു തമ്പുരാൻ ഭാഗ്യം തരട്ടെ. ഇനിയുള്ള നിമിഷങ്ങളെങ്കിലും ഈ റമളാനിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒരുമയോടെ മുന്നോട്ട് പോകാം. എന്റെ വീട്ടുകാരോട്, നാട്ടുകാരോട്, കുടുംബക്കാരോട് ഒക്കെ ശത്രുതയില്ലാതെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാം. ഇവിടെയാണ് ഞാൻ ആദ്യം ഓതി വെച്ചത് റമളാന സൂഖുന്ന ഖാമ സുബ്ഹാനല്ലാഹ്. റമളാൻ എന്ന് പറയുന്ന അങ്ങാടി നമ്മുടെ മുന്നിലാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയം ഇതാണ്, റഹ്മത്ത് ചെയ്യേണ്ട സമയം ഇതാണ്, കരുണ കാണിക്കേണ്ട സമയം ഇതാ, ഇശാന ചെയ്യേണ്ട സമയം ഇതാ, ചേർത്ത് പിടിക്കേണ്ട സമയം ഇതാ, ഒരു നല്ല വാക്ക് പറയേണ്ട സമയം ഇതാ, മാസങ്ങളായി കിടക്കണ ഉമ്മാനെ പോയി കാണേണ്ട സമയം ഇതാ, പൊരുത്തം ചോദിക്കാൻ നാണിക്കാൻ പാടില്ലാത്ത സമയം ഇതാ, പാരയുടെ ചിറകിൻകരയിൽ അഭയമായി പോയാ, ഉമ്മാനെ വാപ്പാനെ വർഷങ്ങളായി മറന്നുപോയാ, മാറ്റി വെച്ചിട്ട് ഉമ്മാനിടത്തോട് ചെല്ലേണ്ട കാൽക്കന് വിടേണ്ട മാസം ഇതാണിതാണിതാ. അങ്ങനെ ചെയ്തിട്ട് റമളാന സൂഖ് ഈ അങ്ങാടിയിൽ തണ്ണിമത്തം വിൽക്കണ പോലെ, ആളുകളെ വാന്ന് വിളിച്ചു കൂട്ടിയിട്ട് ചരങ്ങൾ വിറ്റടിക്കണ പോലെ റമളാന ചെയ്യാൻ പറ്റണ നന്മകളെല്ലാം ചെയ്തോ, ദിക്ർ ചെയ്ത, ഖുർആൻ ഓതിയ, നമസ്കരിച്ചോ, തറാവീഹ് എടുത്തിട്ട് സ്വലാത്ത് ഒരുപാട് ചൊല്ലിയിട്ടോ ഈ റമളാൻ നമ്മളൊന്ന് അഖാമ സുബ്ഹാനല്ലാഹ് ആരെങ്കിലും നേടിയാൽ റബിഹ ഫീഹി മൻ റബിഹ, അവൻ ലാഭിച്ചവൻ ലാഭിച്ചു. അപ്പോ തണ്ണിമത്തം വിൽക്കാതെ വായി നോക്കിയിട്ടോ ഹസ്റ ഫീഹി മൻ ഹസ്റ, ആളുകളെ വിളിക്കുന്നില്ലേ അമൽ നഷ്ടപ്പെട്ടവൻ നഷ്ടപ്പെട്ടു. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് നഷ്ടപ്പെടാനല്ല നമുക്ക് ഈ റമളാനുള്ളത്. ഈ റമളാൻ നമുക്ക് വിജയിക്കാനുള്ള റമളാന. അടുത്ത റമളാൻ നമ്മുടെ ആയുസ്സില്ലാതെ പോയാൽ അല്ലാഹുവേ ഈ റമളാൻ അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഒരു റമളാൻ പോലും പ്രതികൂലമായി സാക്ഷി പറഞ്ഞ ഗതികേടുണ്ടാകരുത്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഒരു 3 സ്വലാത്ത് ഉറക്കെ ചെയ്യുമ്പോൾ ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ ഈ മജ്‌ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. രാവിലെ മുതൽ ഈ നിമിഷം പരിപടപെടുന്ന പ്രഭാഷണങ്ങൾ, ഉത്ബോധനങ്ങൾ ഒക്കെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, ഉപകാരത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുണ്ട്, സലാത്തുകളുണ്ട്, ഇബാദത്തുകളുണ്ട്. ഈ കണ്ട ദിവസമെല്ലാം ഞങ്ങളോദ്യ ഖുർആൻ ഒക്കെയും സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഒരു റമളാൻ പോലും എതിരായി സാക്ഷികളുടെ വിഭാഗത്തിൽ ഞങ്ങളെ ഒരാളെയും പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ഒരാളെയും പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ അറിവില്ലാതെ ഇത്രയും ദിവസം അലസമായി നടന്നെങ്കിലും ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്നു അല്ലാഹ്. നോമ്പ് തുറക്കാൻ അടുത്ത നിമിഷത്തിൽ നിന്നോട് ഞങ്ങളതാ ദുആ ചെയ്യുന്നു തമ്പുരാൻ. ഈ സദസ്സ് തട്ടല്ലേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, മർദൂദാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഈ സദസ്സിനായി ഓടി മടങ്ങുന്നതിനാൽ ആസൂത്രണം ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് ഉലമാക്കളുണ്ട്. എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇതിനെ സഹായിച്ചവരുണ്ട്, ഏറ്റെടുത്തവരുണ്ട്, ഇവിടെ വന്നിരുന്നവരുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയ ഉലമാക്കളുണ്ട്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. കിറ്റിന് വേണ്ടി സന്തോഷ
സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കൊടുത്തവരുണ്ട്. അവരെ സമ്പത്തിൽ വലിയ വർദ്ധനവ് നൽകണമല്ലോ, നൽകണമല്ലോ, സന്തോഷം കൊടുക്കണമല്ലോ. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരണമല്ലോ, പ്രയാസങ്ങൾ മാറ്റി തരണമല്ലോ, വിഷമങ്ങൾ മാറ്റി തരണമല്ലോ. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, നീ മാറ്റി തരണമല്ലോ, പരിഹരിച്ചു തരണമല്ലോ. ഞങ്ങളുടെ മനസ്സിന് ഒരുപാട് വിഷമാകുന്ന കാര്യങ്ങളുണ്ട്, ഒക്കെയും നീ സലാമത്തിലാക്കണമല്ലോ. പടച്ചവനെ മരിക്കണേലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് ഞങ്ങളെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാൻ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങളുടെ റൂഹെടുക്കല്ലേ അല്ലാഹ്, ഞങ്ങളുടെ റൂഹെടുക്കല്ലേ അല്ലാഹ്. കണ്ടാൽ എന്തരാളന്തമാ മുസ്തഫ, എന്തോട് സൗന്ദര്യമാ മുസ്തഫ. ആ മുസ്തഫയുടെ ഗുണമെനിക്കും ഒരുപാട് കാണാനും അവസാനം മരിക്കണ നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുസ്തഫമായ അമ്യമായ അജ്മലാണ് അഹ്സനാണ് ഗുണമൊന്നു കാണാം. മരണവേദന മറന്നു മരിക്കാം. ഈ തിരഞ്ഞെടുത്ത അരിമീകളെ പോലെ ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ലാഹ്. അടുത്ത റമളാൻ ഞങ്ങളുണ്ടോ അറിയില്ല. ഈ കണ്ട റമളാൻ ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണോ അറിയില്ല. ഈ ദിവസം മുതൽ ഈ റമളാനിന്റെ ഓരോ ദിവസവും നിന്റെ ഓരോരുത്തരും ഞങ്ങളെ കുറിച്ച് അഭിമാനം പറയണ അല്ലാഹ്, ഞങ്ങളെ കുറിച്ച് സന്തോഷം പറയണ അല്ലാഹ്, ഞങ്ങളെ കുറിച്ച് പറയല്ല അല്ലാഹ്, ഞങ്ങളെ കുറിച്ച് പടച്ചവനെ ശപിച്ചു പറയല്ല അല്ലാഹ്, ഞങ്ങളെ കുറിച്ച് പടച്ചവനെ പഴിച്ചു പറയല്ല അല്ലാഹ്. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാഹ്. അതിന് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ കൂട്ടവും ഇരിക്കും അനുഗ്രഹീതമാണ്. റിലീഫ് അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും സബബാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ദാരിമി ഉസ്താദ്, അമാനി ഉസ്താദ് അടക്കമുള്ള രാഷ്ട്രപതി സാഹിബടക്കമുള്ളതിന്റെ പിന്നാമ്പുറങ്ങളിലോ ഒരുപാട് ദിവസത്തിന്റെ ആലോചനകളാ, നെട്ടോട്ടമാ, പ്രയത്നങ്ങളാ, അർഹമായ പ്രതിഫലം നൽകണമല്ലോ. ഈ റമളാൻ അനുകൂലമാകാനുള്ള സബബാക്കണമല്ലോ. എല്ലാത്തിലും ഒരു പടച്ചവരെ അന്ത്യമീമാനോടെ മുസ്തഫാടെ നബിയെ കണ്ടുമരിക്കാം. ഈ റമളാൻ ഞങ്ങൾക്ക് വലിയ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലും ഇൽമിലും ഖിദ്മത്തിലും നസീഹത്തിലും അനക്കത്തിലും അടക്കത്തിലും തഅല്ലുമിലും തഅലീമിലും ഒക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യമാരിൽ, ഇണകളിൽ, സന്താനങ്ങളിൽ, കുടുംബങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ, കച്ചവടത്തിൽ, വരുമാനങ്ങളിൽ, സ്വത്തിൽ, വരുമാന മാർഗങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വാഹനങ്ങളിൽ, ഭവനങ്ങളിൽ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ തന്ന സർവ്വതിലും ബറക്കത്ത് അല്ലാഹ്. പടച്ചവനെ എല്ലാവിധ ശത്രുക്കളിലും കാത്തോടെ അല്ലാഹ്. ഈ രാജ്യത്ത് ഒരു നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ മുസ്ലിമീങ്ങളെല്ലാമാകുന്ന അമേരിക്ക, ഇസ്രായേലടക്കമുള്ള ദുഷ്ടശക്തികളെ പരാജയത്തിന്റെ പലരും ഈ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ലോകത്തെ ആക്രമിച്ചിട്ട് കഴുകനെ പോലെ ചോര കൊടുക്കാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പിച്ചോമന മക്കൾ പിടഞ്ഞു മരിക്കണമോ പൃഥ്വിയോട് കൈയടിച്ചുകൊണ്ട് കണ്ടിരുന്ന ഇസ്രായേലിന്റെ ചൂര പരിശകളും അമേരിക്കയുടെ കഴുകന്മാരും പരാജയത്തിന്റെ കൈപ്പന്തം അനുഭവിപ്പിക്കണമല്ലോ. ലോക മുസ്ലിമീങ്ങളെ നമ്മുടെ സമുദായങ്ങളെ കാത്തോടെയുള്ള ഞങ്ങളുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യം അല്ലാഹുവേ സഹിഷ്ണുതയുടെ മതേതരത്വത്തിന്റെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും തോളോട് ഒരമ്മവറ്റ മക്കളെ പോലെ കഴിയണ നാടാക്കണമല്ലോ. ഒന്നിന്റെ പേരിലും പരിസരമുള്ള, ഒന്നിന്റെ പേരിലും വൈദ്യം തീർക്കുന്ന നാടാക്കണമല്ലോ. പടച്ചതമ്പുരാനെ ഞങ്ങളെ മുന്നോറുകളെ പോലെ പടച്ചവനെ പഴശ്ശിരാജയിലൂടെ ഉണ്ണിമൂസ പടന്നതുപോലെ അയ്യപ്പന്റെ കൂടെ വാങ്ങി കൂട്ടാകിയതുപോലെ ഈ നാടിന്റെ പൈതൃകം ഒരുമയുടെ പൈതൃകമാ. ആ പൈതൃകത്തിലൂടെ ജീവിച്ചു മരിക്കാം. ഞങ്ങൾക്കൊക്കെയും ഭാഗ്യം തരണേ അല്ലാഹ്. റോഡിന്റെ പക്കത്ത് വണ്ടി ഇടിച്ചുകൊണ്ട് രക്തമൊലിച്ചു കിടക്കുമ്പോ ആ ആളെ
മറച്ചിട്ടിട്ട് തലയോ നെറ്റിയിന് കുറയാണോ അല്ല കഴുത്തിന് കുരിശാണോ എന്ന് നോക്കിയിട്ടെടുക്കുന്ന അവസ്ഥ വരുത്തല്ല. മനുഷ്യനാണ് തിരിച്ചറിവോടെ ജാതി നോക്കാതെ മതം നോക്കാതെ പടച്ചവനെ നിറം നോക്കാതെ സമ്പത്ത് നോക്കാതെ അധികാരം നോക്കാതെ മനസ്സിലുള്ള മനുഷ്യത്വമുള്ള സമൂഹമാ ഈ രാജ്യത്ത് ഒരുമ തരണേ اللهم بارك لنا في عرفي اللهم بارك لنا في رمضان اللهم اجعلنا نشهد صديق العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعلنا ممن رضي عنهم شهر رمضان اللهم لا تجعلنا ممن قصمهم شهر رمضان اللهم اجعلنا فيه من المقبولين ولا تجعلنا فيه من المردودين ولا من المغضوب عليهم ولا من الضالين اللهم اعده علينا اعواما بعد اعوام سنين بعد سنين مجتمعين غير متفرقين راضين غير صادقين مغفورا لنا غير مذنبين يا ذا الجلال والاكرام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك